സൂപ്പറായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല തിരക്കാണ്, ഫുള്ളാണ്. വിനായകൻ സൂപ്പറായിരുന്നു. മമ്മൂക്ക അതിനേലും സൂപ്പറാണ്, ഇഷ്ടപ്പെട്ടു. എല്ലാവരും പൊളിച്ച്. മമ്മൂക്ക തകർത്ത്. വിനായകൻ അടിപൊളിയായിരുന്നു, മമ്മൂക്ക അടിപൊളിയായിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ട പടം. കൊള്ളാം, എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും എന്തായാലും കാണണം. കൊള്ളാം. മമ്മൂട്ടിയുടെ സൂപ്പറായിട്ടുണ്ട്. മമ്മൂട്ടി സൂപ്പറായിട്ടുണ്ട്. അത് അങ്ങനെ കണ്ടിട്ടാണല്ലോ ആ പടം പിടിച്ചേക്കണത്. വിനായകനും കൊള്ളാം, അവിടെ നല്ല മൂടാണ്. ഫാമിലി ഒന്ന് കാണണം. ചില പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പോയി വെട്ടിൽ വീഴും. ഒരു സൈക്കോ, ഒരു രോഗമാണെന്ന് തോന്നുന്നു. വിഷയമാണ്, ഒരു രോഗമാണത്. മറ്റുള്ള പെണ്ണുങ്ങളായിട്ട് ബന്ധപ്പെടുക, കൊല്ലുക. കൊള്ളാം, പടം കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. കുഴപ്പമില്ല, നല്ലതായിരുന്നു. നല്ല ഫിലിമായിരുന്നു. ത്രെഡ് നമുക്ക് കണ്ടിട്ടുള്ളത് അറിയാവുന്നതാണെങ്കിലും പക്ഷെ വേറൊരു രീതിയിലാണ് അത് പ്ലോട്ട് ചെയ്തേക്കണേ. എൻഡിങ്ങൊക്കെ നമ്മൾ ട്വിസ്റ്റ് ആയിട്ട് തോന്നി, നമ്മൾ വിചാരിക്കാത്തൊരു എൻഡിങ് ആയിരുന്നു. നൈസ്, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. മമ്മൂട്ടിയുടെ ഇങ്ങനത്തെ ഒരു പടം ഞാൻ ലൈക്ക് കണ്ണൂർ സ്ക്വാഡിന്റെ ആ ഒരു ആംബിയൻസ് പോലെ തോന്നി. പക്ഷെ മമ്മൂട്ടി വില്ലനായിട്ട് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല പടം കേട്ടോ. ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി കണ്ടതിലെ ഏറ്റവും വലിയ നല്ല പടം, മികച്ച പടം. ഒന്നും പറയാനില്ല, കുഴപ്പമില്ല, എക്സലന്റ്, ഒന്നും പറയാനില്ല, സൂപ്പർ പടം. വിനായകൻ ഒന്നും പറയാനില്ല, കാരണം ഞാൻ ഇപ്പോഴും വിനായകന്റെ അത്രയും നല്ലൊരു ക്യാരക്ടർ കണ്ടിട്ടില്ല. പക്ഷെ സൂപ്പർ, ഹൗസ്ഫുൾ ആയിരുന്നു. മമ്മൂക്ക നെഗറ്റീവിലേക്ക് നന്നായി ആദ്യമായിട്ട് കാണില്ലേ? നന്നായി. വിനായകൻ കട്ടക്ക് പിടിച്ചെന്നോ? വിനായകൻ കുറച്ചുകൂടി ഫ്രണ്ടിൽ മുകളിലാണ്. അടിപൊളി സിനിമ, നല്ല സിനിമയായിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല. മമ്മൂട്ടിയുടെ ഈ വില്ലൻ വേഷത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു റോള് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ഇന്നത്തെ തിരക്കൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു, നല്ല ക്രൗഡ്, ഹൗസ്ഫുൾ ആയിരുന്നു തോന്നുന്നു. അടിപൊളി, ഫാമിലി ആയിട്ട് കാണാൻ വന്നത് എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വന്നപ്പോൾ മമ്മൂക്ക തകർത്തോ? നമുക്കേ പറ്റുള്ളൂ ഇത് പുൾ ഓഫ് ചെയ്യാൻ, വേറെ ആർക്കും പറ്റില്ല.